സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരുന്ന സമയമാണ് ഈ വേനൽക്കാലം, വേനൽ ചൂട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് തിങ്, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവണു, റഫ് ആവണു എന്നുള്ള ഒരു പ്രശ്നം കൂടുതൽ പറയുന്ന ഒരു സമയമാണ് ഈ സമ്മർ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തല കുളിക്കാതിരിക്കുക, എപ്പോഴും തല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പോവും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ സമ്മർ സീസണിൽ എസ്പെഷ്യലി നമ്മൾ വല്ലാണ്ട് വേർക്കണ സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വല്ലാണ്ട് തല വേർക്കും. ഈ തല വേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപ്പ് അവിടെ നിൽക്കും, തലേന്ന് നാച്ചുറലി വരുന്ന സെബം അവിടെ നിൽക്കും, അതിൻ്റെ കൂട്ടത്തിൽ പൊടി ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചൊറിഞ്ഞ് ആ ചൊറിയിൽ ഇൻഫെക്ഷൻ വന്ന് പഴുത്ത് പൊട്ടി താരം കൂടാനും അങ്ങനത്തെയൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരുപാട് സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു വേനൽ സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹെയർ വെരി ഫ്രീക്വൻ്റ്ലി. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഷാംപൂ വാഷ് ചെയ്യണം. ഓൺലി തിങ് ഇസ് മൈൽഡ് ഷാംപൂസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഹാർഷായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കരുത്. മുടിയിലേക്ക് ഒരുപാട് ഷാംപൂ ഇട്ട് പതപ്പിക്കരുത്. ഷാംപൂ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് മുടിയിലേക്ക് പിന്നെ കണ്ടീഷണറോ സാധനങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് തിങ് ഇസ് അബൌട്ട് ദ യൂസ് ഓഫ് സൺസ്ക്രീൻസ്. സൺസ്ക്രീൻ വേനലായ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് എവറിബഡി നോസ്, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ സൺസ്ക്രീൻ്റെ ഉപയോഗം ശരിയല്ലെങ്കിൽ സൺസ്ക്രീൻ കൊണ്ട് വരാവുന്ന സൈഡ് എഫക്ട്സ് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എല്ലാ നല്ല സൺസ്ക്രീൻസും ഓയിൽ ബേസ്ഡാണ്. നല്ല എഫക്റ്റ് ഉള്ള സൺസ്ക്രീൻസ് ഒക്കെ ഓയിൽ ബേസ്ഡാണ്. അപ്പോൾ ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ വളരെയധികം ഒരുപാട് വാരിക്കോരി തേക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് തലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ സൺസ്ക്രീനിലുള്ള ഓയിൽ, ഫേസിൽ നിന്ന് നോർമലി വരുന്ന സെബം സെക്രീഷൻ, പൊടി, പിന്നെ ബാക്കി ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ബാക്കി യൂസ് ചെയ്യുന്ന സീറംസ്, അങ്ങനത്തെ പ്രോഡക്ട്സ് എന്ത് യൂസ് ചെയ്താലും ഇതെല്ലാം കൂടെ മുഖത്ത് നിന്ന് കുഴഞ്ഞ് കട്ടിയായി ഈ രോമകൂപങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് പിമ്പിൾസ് ഭയങ്കര മോശമാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഈ സമ്മർ സീസൺ. അപ്പോൾ സൺസ്ക്രീൻ്റെ ഉപയോഗത്തിൽ ബി വെരി കെയർഫുൾ. ഒന്ന്, സൺസ്ക്രീൻ കൊണ്ട് ടാൻ പോകുന്നില്ല, ടാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല എത്ര തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചാലും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ടാൻ പ്രിവെൻഷൻ മാത്രമാണ് നിങ്ങളുടെ യൂസ് എങ്കിൽ സൺസ്ക്രീൻ ഒരുപാട് ഉപയോഗിക്കേണ്ട. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസ്, വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. അത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക നമ്മൾ റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത്. സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട, വളരെ കൃത്യമായി ഉപയോഗിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് മെയിൻലി നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ പോകുമ്പോൾ ഇന്ത്യൻ സ്കിൻ, അതായത് സൗത്ത് ഇന്ത്യൻ സ്കിൻ എസ്പെഷ്യലി കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻസ് അത്ര എളുപ്പം ടാൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആൻഡ് അത്ര എളുപ്പം ബേൺ ചെയ്യില്ല യൂഷ്വലി. ഈ ടാൻ തന്നെ നല്ലോണം വരുന്ന കാരണം കൊണ്ട് അങ്ങനെ ബേൺ ചെയ്യാത്ത സ്കിന്നാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്. പക്ഷേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയാൽ, അല്ലെങ്കിൽ ബീച്ച് സൈഡിൽ പോയാൽ, അല്ലെങ്കിൽ ഈ ഹിൽ ടോപ്പിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ പോയാലൊക്കെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ബേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്നത് ഈ റിസോർട്ടിലൊക്കെ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഉച്ച നേരത്ത് ഒരു 11 മണി കഴിഞ്ഞിട്ട് 3 മണി ആ ഒരു നേരത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ സ്കിന്ന് ബേൺ ചെയ്തിട്ട് വരാം. ബേൺ ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മരുന്നൊക്കെ ഇട്ട് അപ്പോൾ തൽക്കാലം അത് പോവും, പക്ഷേ ആ സ്കിന്ന് പിന്നെയും ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബേൺ പ്രിവെൻഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് പൂളിൽ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിലോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ വളരെ കൃത്യമായി ഉപയോഗിക്കണം. ആൻഡ് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പെട്ടെന്ന് വാഷ് ഔട്ട് ആവുന്നത് കൊണ്ട് തന്നെ എവരി 30 മിനിറ്റ്സ് 30 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ കൃത്യമായിട്ട് റീഅപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് ബേൺ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, ചൂടുകുരു. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ചൂടുകുരു. ഈ വെയിലത്ത് കുറച്ച് നേരം പുറത്തിറങ്ങി നടന്നാൽ തന്നെ മിക്ക ആൾക്കാർക്കും ചൂടുകുരു വരും. അത് ആ വേർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആയിട്ടാണ് ഈ ചൂടുകുരു എന്നുള്ള സാധനം വരുന്നത്. അതിന് സാധാരണയായിട്ട് നമ്മൾ ചെയ്യണത് പൗഡർ ഇടുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കൂളിംഗ് സ്കിൻ പൗഡേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ള. പൗഡർ ഉപയോഗിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ലിബറലായിട്ട് പൗഡർ ഉപയോഗിച്ച് ഒരു പരിധി വരെ നമുക്ക് ചൂടുകുരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചൂടുകുരു വന്നു കഴിഞ്ഞാൽ അതിന് പൗഡർ ഇടുന്ന ഒരു ശീലമുണ്ട്. അത് ആ 2 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, ഈ വേർപ്പ് ഗ്രന്ഥികൾ പിന്നെയും ബ്ലോക്ക് ആവുക ചെയ്യുക നമ്മൾ പൗഡർ ഇടുന്ന സമയത്ത്, അപ്പോൾ ചൂടുകുരു പോവില്ല. 2, മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഈ ആൻറ്റി ഫംഗൽ പൗഡേഴ്സാണ്. അല്ലെങ്കിൽ ഒരു പേരെടുത്ത് പറയുകയാണെങ്കിൽ കാൻഡിഡ് പൗഡർ പോലെയുള്ള ഫംഗസിന് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറാണ് മിക്ക ആൾക്കാരും ഉപയോഗിക്കുക. അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പൗഡറിന് ചൂടുകുരു വന്നു കഴിഞ്ഞാൽ അതിന് വലിയ കാര്യമൊന്നുമില്ല പൗഡർ ഇട്ടാൽ. 2, നമ്മളിത് ഫംഗസിൻ്റെ ഒരു ഫംഗസ് അണുബാധ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ആൻറ്റി ഫംഗൽ പൗഡേഴ്സ്. അത് നമ്മൾ വെറുതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇതിന് എഫക്റ്റ് ഇല്ലാണ്ടാവും. അപ്പം ചൂടുകുരുവിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടോ പ്രിവെൻറ്റീവ് ആയിട്ടോ ഈ ആൻറ്റി ഫംഗൽ പൗഡേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. സാധാരണ ടാൽക്കം പൗഡർ, റെഗുലർ ടാൽക്കം പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരിക്കൽ ചൂടുകുരു വന്നു കഴിഞ്ഞാൽ പൗഡർ ഇടാതെ
സ്കിന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുക. തണുത്ത വെള്ളത്തിൽ തുണി മുക്കി വെച്ച് കൊടുക്കുക, ഐസ് വെച്ച് കൊടുക്കുക, കൂളിംഗ് പാക്സ് വെച്ച് കൊടുക്കുക. അതാണ് യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യേണ്ടത്. ഇനിയുള്ള ഒരു പ്രശ്നം, സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, ഈ മടക്കുകളിലൊക്കെ വരുന്ന ചൊറികളാണ്. കൈയിൻ്റെ മടക്കിൽ, ബ്രസ്റ്റിൻ്റെ അടി, എസ്പെഷ്യലി ഫീമെയിൽസ്, കുറച്ചൊരു തടിയുള്ള ഫീമെയിൽസൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ കുറേ നേരം നിന്ന് പണിയെടുക്കുക, വേർക്കുക, ആസ്ബസ്റ്റോ ഷീറ്റിൻ്റെ അടിയിൽ പണിയെടുക്കുക, ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് വേർപ്പ് തങ്ങി നിന്നിട്ട് ചൂടുകുരു അല്ലാതെ തന്നെ റിയാക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻസ് വരുമ്പോൾ അത് 2-3 തരത്തിലുള്ള റിയാക്ഷൻസ് വരാം. ചിലപ്പോൾ ഈ നനവ് നിന്നിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം വരുന്നത്, അതൊരു ഇൻഫെക്ഷനാണ്. ചിലപ്പോൾ സ്കിന്ന് നനഞ്ഞ് പൊതിർന്ന് ആ സ്കിന്നും തമ്മിൽ കൂട്ടി ഒരഞ്ഞ് അങ്ങനെയായിട്ട് വരുന്ന റിയാക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് വേറെ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു റാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായി സ്വയം ചികിത്സ ചെയ്യാൻ ശ്രമിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ അത് വരാതിരിക്കാൻ, യൂഷ്വലി ഇപ്പോൾ എല്ലാ വേനലിലും വരുന്നതാണെന്ന് പറയും മിക്ക ആൾക്കാരും. ഇത് പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാർ സാധാരണഗതിയിൽ പറയുന്നത് എല്ലാ വേനലാകുമ്പോഴും വരും എന്ന് പറയും. അപ്പോൾ അങ്ങനെ സാധാരണ ഇത് വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ വേർപ്പ് അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ലൂസായിട്ടുള്ള കോട്ടൻ്റെ ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുക. ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന സിന്തറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള അടിവസ്ത്രങ്ങളോ ഡ്രസ്സുകളോ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. നല്ലോണം വായു സഞ്ചാരമുള്ള ടൈപ്പ് ലൂസായിട്ടുള്ള ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കുറേ വാഷൊക്കെ കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മുണ്ടിൻ്റെ തുണി ഇങ്ങനെ നീട്ടത്തിൽ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് മടക്കി പാഡ് പോലെ ആക്കിയിട്ട് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ അടിയിൽ ഈ മടക്ക് ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ സ്വെറ്റ് അതിലങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. കുറേ സ്വെറ്റ് അതിൽ അബ്സോർബ് ചെയ്യുമ്പോൾ സ്കിൻ അങ്ങ് പൊതിരില്ല. അപ്പോൾ പൊതിർന്നിട്ടില്ലെങ്കിൽ സ്കിന്നിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ റിയാക്ഷൻസോ വരാനുള്ള സാധ്യത കുറയും. ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ സ്കിന്നിന് വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടു നടക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.